ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. പക്ഷെ ജെന്യുയിൻലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ റിവ്യൂ പറയുന്നതാണ്. ആർക്കെങ്കിലും ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇറ്റ്സ് എ ബ്രാൻഡ് കോൾഡ് എസ് ഇന്ത്യൻ സ്നാക്സ്. ഇതിന്റെ പേര് ഇന്ത്യൻ സ്നാക്സ് എന്നാണ്. ഞാൻ ഓൾറെഡി പൊട്ടിച്ച് കുറേ കഴിച്ചു. അവരുടെ ഒരു കോംബോ പാക്ക് ഐ തിങ്ക് ₹1095 ഒരു കോംബോ പാക്കും പിന്നെ എക്സ്ട്രാ ഞാനൊരു എന്താ തിരുനെൽവേലി ഹൽവ ആൻഡ് പാൽക്കോവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഞാൻ അത് ഒന്നൊന്ന് വെച്ചിട്ട് എക്സ്ട്രാ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ഒരു ₹1095 ആണ്. എന്റെ മോനെ എനിക്ക് ഒരു എക്സ്പെക്ടേഷൻസും ഇല്ലായിരുന്നു. കാരണം ഞാൻ എവിടെയൊക്കെയോ റിവ്യൂസ് വായിച്ചു. ഇത് ബോറാണ്, ടേസ്റ്റ് അത്ര ഇല്ല, ഭയങ്കര സ്കാം ആണെന്നൊക്കെ ഞാൻ വായിച്ചിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ റിവ്യൂ ഒക്കെ കാണുന്നത്. അപ്പൊ എനിക്കൊന്ന് ടെൻഷനായി. പക്ഷെ ഇതുണ്ടല്ലോ, ഈ സ്നാക്സ് എല്ലാം ഒന്നിനൊന്നിന് മെച്ചം. എസ്പെഷ്യലി ആ തിരുനെൽവേലി ഹൽവ. അതെന്താ വായിൽ അലിഞ്ഞു പോകും. ഇത് തട്ട എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ പല ബ്രാൻഡ്സിന്റെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ഇത് ഒറിജിനൽ ടേസ്റ്റ് ആണ്. ഇവർ പാം ഓയിൽ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് സേഫ് ആയിട്ട് വാങ്ങാം. ദിസ് ഇസ് തട്ട. പിന്നെ തീർന്നു, ഇനി ഇതിന്റെ അകത്തില്ല. ഇതിന്റെ പേര് അരുപ്പുകോട്ടൈ സേവൽ എന്ന് പറഞ്ഞിട്ടൊരു സ്നാക്ക് ആണ്. ഇതിന്റെ ബാക്കി ഇല്ല. ഞാൻ കാണിച്ചു തരാം. ഫുൾ ഞാൻ തിന്ന് വെച്ചിട്ടുണ്ട്. അത്രയും അത്രയും നല്ല സ്നാക്സ് ആണ്. അരുപ്പുകോട്ടൈ സേവൽ കായ് മുറുക്ക്. ഇത് ഭയങ്കര ടേസ്റ്റ് ഉള്ള സാധനമാണ്. ഭയങ്കര ടേസ്റ്റ് ഉള്ള സാധനമാണ്. പിന്നെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കടലമിഠായി. നമ്മുടെ നോർമൽ കടലമിഠായി തന്നെ വെറൈറ്റി ടേസ്റ്റ് ആണ്. നമ്മൾ കൊടുത്ത പൈസക്ക് വേർത്ത് ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് ഇതിന്റെ അകത്തുള്ളത്. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പാക്കേജിങ് നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ സിപ്പ് ലോക്ക് ഉണ്ട്. അപ്പൊ സെക്യൂർ ആയിട്ടിരിക്കും. അതൊരു ഇന്നോവേറ്റീവ് പാക്കിംഗ് കൂടെയാണ്. സാധാരണ നമുക്ക് എന്താ കഴിച്ചു കഴിഞ്ഞാൽ അടച്ചു വെച്ചില്ലെങ്കിൽ തണുത്തു പോകുമല്ലോ. ആ പ്രശ്നമൊന്നുമില്ല. പാൽക്കോവയും തിരുനെൽവേലി ഹൽവയും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്. കാരണം പ്രിസർവേറ്റീവ്സ് ഇവർ യൂസ് ചെയ്യുന്നില്ല. പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഒബ്വിയസ്ലി പ്രശ്നം ഉണ്ടാവും. ഇങ്ങനെ ഓർഡർ ചെയ്തൊരു ട്യൂസ്ഡേ വെനസ്ഡേ ആണെങ്കിൽ ഐ തിങ്ക് സൺഡേ എനിക്ക് കിട്ടി. ഇതൊരു 1 to 1.5 weeks എടുക്കും കയ്യിൽ കിട്ടാൻ. പക്ഷെ വെയിറ്റ് ഇസ് വർത്ത് ഇറ്റ്. നെക്സ്റ്റ് ഇസ് ഓമപ്പൊടി. നമ്മുടെ ഹൽദിറാമിന്റെ ഒക്കെ സേവ് ഇല്ലേ? പക്ഷെ സേവിന്റെ കെമിക്കൽ സാധനങ്ങളൊന്നും ഇതിലില്ല. കാരണം ഹൽദിറാമിന്റെ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അറിയാം ആ കെമിക്കൽ ടേസ്റ്റ് ഭയങ്കര ഡോമിനേറ്റിംഗ് ആണ്. ഇതൊന്നുമില്ല. ഇത് നമ്മുടെ നോർമൽ കേരള ചിപ്സ് തന്നെ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷെ ഇത് ഫ്ലേവേർഡ് ആണ്. ഇതിൻ്റെ അകത്ത് കുരുമുളക് പൊടി ഇട്ട ചിപ്സ് ആണ്. ഞാനത് ഐ എം നോട്ട് എ ഫാൻ ഓഫ് ഇറ്റ്. പക്ഷെ ട്രൈ ചെയ്തു, ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് എങ്ങനെയാണെന്നറിയോ? നമ്മൾ ഈ മിക്സ്ചറിലൊക്കെ ചെറിയ ചെറിയ ചിപ്സിന്റെ കഷ്ണങ്ങൾ ഉണ്ടാവില്ലേ? ഏകദേശം അതുപോലത്തെ ഒരു ടേസ്റ്റ് ആണ് ഇതിനുള്ളത്. ഇറ്റ്സ് വെരി നൈസ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അവരുടെ തന്നെ ഇൻ ഹൗസ് പ്രൊഡക്ഷൻ ആണ്, അല്ലാതെ എവിടെ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയൊന്നുമല്ല. ഈ പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ആ കോംബോയിൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതൊന്നുമല്ല. ഇതിന്റെ പേര് ശ്രീരംഗം അതിരസം എന്നാണ് ഇതിന്റെ പേര്. ഇത് കഴിക്കുമ്പോണ്ടല്ലോ, ഉണ്ണിയപ്പം ഇല്ലേ? ഉണ്ണിയപ്പത്തിന്റെ തന്നെ ഒരു ഡെലിക്കേറ്റ് വേർഷൻ. ഉണ്ണിയപ്പം കുറച്ചുകൂടി സ്റ്റിഫ് ആയിട്ടിരിക്കൂലേ? പക്ഷെ ഇത് വായിലിടുമ്പോ തന്നെ അലിഞ്ഞു പോകും. ആ ഒരു വൈബ്. ഷേപ്പ് ഒരു ഉഴുന്നുവടയുടെ ആണ്. പക്ഷെ ഇത് ഉഴുന്നുവടയല്ല, ഉണ്ണിയപ്പമാണ് ഇതിന്റെ ടേസ്റ്റ്. ഉണ്ണിയപ്പത്തിന്റെ അതേ ഫ്ലേവർ, അതേ ടേസ്റ്റ്. കഴിക്കുമ്പോ ഭയങ്കര പൊടിഞ്ഞു. ഉം. പോയി, അഴിഞ്ഞു പോയി. ഉണ്ണിയപ്പം നമ്മളിങ്ങനെ റബ്ബറി അല്ലേ? സെയിം ടേസ്റ്റ് ആണ്. ഉണ്ണിയപ്പത്തിന്റെ അത്ര ഓയിൽ ഇതിലില്ല. നമ്മൾ പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയാം. പക്ഷെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. തിരുനെൽവേലി ഹൽവ ഇസ് മസ്റ്റ് 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 ട്രൈ. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവിടെ വാങ്ങാൻ കിട്ടും. ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഭയങ്കര ടേസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം സ്വീറ്റ്നെസ് ആണ്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ഒരു സ്വീറ്റ്നെസ് ആണ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാനിത് പ്രൊമോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ കിട്ടി കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ പ്രോഡക്റ്റും ഒന്നിനൊന്നിന് അടിപൊളി. എനിക്ക് ആകെ നെഗറ്റീവ് പറയാനുള്ളത് ഇവിടെ കൊണ്ടുവന്നപ്പോ പാക്കേജ് കൊണ്ടുവന്ന സമയത്ത് അതിന്റെ കാർഡ്ബോർഡിൽ ഒരു ടയർ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സാധനങ്ങൾ പോലും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് അകത്തുള്ളതൊക്കെ ഭയങ്കര സേഫ് ആയിരുന്നു. പക്ഷെ എന്നാലും കാർഡ്ബോർഡ് ബോക്സ് കുറച്ച് ടയർ ആയിട്ടുണ്ട്. അത് കൊറിയർ ടീമിന്റെ പ്രശ്നമായിരിക്കും. പിന്നത്തെ കാര്യം വെയിറ്റ്. സാധനങ്ങൾക്ക് എത്ര വെയിറ്റ് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറച്ച് വെയിറ്റ് കുറവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. 125 gram എന്നാണ് അവർ പറയുന്നത്. എനിക്ക് 125 gram ഉണ്ടോന്ന് അറിയില്ല. എല്ലാ സാധനങ്ങളുടെയും വെയിറ്റ് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ, ഐ മീൻ ഡിബേറ്റബിൾ ആണ്. പക്ഷെ അല്ലാത്ത പക്ഷം എവ്രിതിങ് ഇസ് അടിപൊളി. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇന്ത്യൻ സ്നാക്സ് എന്നാണ് ഈ പേജിന്റെ പേര്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് റാൻഡം ആയിട്ട് കണ്ടപ്പോൾ ഞാൻ ട്രൈ ചെയ്തതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.